നമ്മുടെ 8th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ പെർപെൻഡിക്കുലർ ലൈൻ x - 7y + 5 = 0 ഹാവിങ് x ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് x ഇന്റർസെപ്റ്റ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതി ഇന്റർസെപ്റ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടുപിടിക്കാൻ പറയും. പക്ഷെ ചോദിച്ചേക്കണ ക്വസ്റ്റിനകത്ത് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാലും +5 = 0. ഇതിന്റെ സ്ലോപ്പ് m കണ്ടുപിടിക്കണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -a/b ആണ്. a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. മൈനസ് അങ്ങനെ തന്നെ കൊടുത്തു. a എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് a 1, b -7 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ b -7 കൊടുത്തു. അപ്പൊ നമുക്ക് 1/7 കിട്ടും. ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് 1/7 കിട്ടും. അപ്പൊ സ്ലോപ്പ് m 1/7 കിട്ടി. അപ്പൊ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് വേണമെങ്കിൽ m2 എന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ ഇതെന്തായിരിക്കും, നമ്പർ ഓപ്പോസിറ്റ് ആക്കണം, സൈനും ഓപ്പോസിറ്റ് ആക്കണം. കാരണം m1 × m2 = -1 ആണ്. അപ്പൊ നമ്മുടെ ഈ സാധാ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ? അതായത് നമ്പർ ഓപ്പോസിറ്റ് ആക്കണം. 1/7 എന്തായി മാറും? 7 ആയി മാറും. ഇതിന്റെ സൈൻ എന്താവും? ഇവിടെ പോസിറ്റീവാണ്, അപ്പൊ ഇവിടെ എന്താവും? നെഗറ്റീവാണ്. അപ്പൊ -7 നമുക്ക് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കി ഈ സ്ലോപ്പ് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു m എന്ന് എടുക്കാം. -7 ആയി. എക്സ് ഇന്റർസെപ്റ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആയി. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റും സ്ലോപ്പും കിട്ടിയ ഏതാ ഇക്വേഷൻ? y = m × x - d ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ y അങ്ങനെ തന്നെ കൊടുത്തു. m എന്ന് പറയുന്നത് -7, x - d എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 അവിടെ കൊടുത്തു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് വരും നോക്കിയേ, y = -7x + 21 കിട്ടി. മൈനസ് ആയതുകൊണ്ട് ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ y + 7x - 21 = 0 കിട്ടും. അപ്പൊ ഓർത്ത് വെക്കണം, പെർപെൻഡിക്കുലർന്ന് എപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാലും ആ കിട്ടിയേക്കണ സ്ലോപ്പ് എന്താക്കണം? തന്നേക്കണത് നമ്പറും ഓപ്പോസിറ്റ് ആക്കി സൈനും ഓപ്പോസിറ്റ് ആക്കി പുതിയ സ്ലോപ്പ് നമ്മൾ എടുക്കണം. എന്നിട്ട് വേണം ബാക്കി എന്താ തന്നേക്കണം നോക്കണം. ഇപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് ആണ് എക്സ് ഇന്റർസെപ്റ്റ് കൊടുക്കണം, y ഇന്റർസെപ്റ്റ് ആണ് y കൊടുക്കണം, പാസ് ചെയ്യണ പോയിന്റ് ആണ് പാസ് ചെയ്യണ പോയിന്റ് കൊടുത്ത് നമ്മൾ ഇക്വേഷൻ എഴുതണം. ക്ലിയർ ആയല്ലോ?